എന്തിനാ മക്കൾ ഇന്ന് കഴിച്ചോളി ഇടിയപ്പം ശല്യം. ദാ ദാ ഞങ്ങൾ എവിടെ പോകുന്നു? പാലെടുക്കാൻ നീ വരുന്നോ? അയ്യോ അങ്ങനെ അറിയാം പാലെടുക്കാനാണെന്ന് പറയുമ്പോഴേ അവൻ തിരിഞ്ഞിരുന്ന് നോക്കി പോണണ്ട. വണ്ടിയിലിരിക്കടാ. വെയിലാണ്ട് അവന് ഇതിൻ്റെ വെയില കയറിയിരിക്കും. നിങ്ങൾ കാണണം, ഇത്രയും കടിച്ച് പറിച്ചത് ദേവനാണ്. ഇപ്പം ഇതും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ അവസ്ഥ 2026 കാണിച്ച ആദ്യത്തെ കുരുത്തക്കേടാണ്. ഓടിപ്പൊക്കളയല്ലേ അത് നനഞ്ഞ ഹീറ്റ് നനയല്ലോ എന്ന് വിചാരിച്ചു. ഇനി പുതിയത് വാങ്ങണം. ഇന്ന് മോള് പോയില്ല, കോളേജിൽ പോയില്ല. പിന്നെ അവളും കൂടി പാലെടുക്കാൻ വന്നു. അവൾ താഴെ വശം എടുക്കും, ഞാൻ മുകളിൽ വശം എടുക്കും. അങ്ങനെ ഞാനും ഗുണ്ടപ്പൻ എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. വലിയ കാര്യമാണ്. പാലെടുക്കണേക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്. വെള്ളം കുടിക്കണോ? സ്പീഡ് കൂട്ടി തന്നേടാ കണ്ണ. കുടി. ഇതൊരു സൈസ് കാന്താരി മുളകല്ല, ഒരു ഉണ്ട മുളക്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുളകും പറിച്ചു. പിന്നെ ഞങ്ങൾ കുറേ നാളായി വിറകൊക്കെ വീട്ടിൽ കൊണ്ട് പോയിട്ട്. മഴക്കാലം അല്ലാത്തതുകൊണ്ട് നമുക്കൊരു ശേഖരിച്ച് വെക്കലില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഉണങ്ങി കിടക്കുകയാണല്ലോ മഴയില്ലാത്തതുകൊണ്ട്. ഇതാണ് മുളക് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വിറകൊക്കെ മുറ്റത്ത് കിടന്ന് എല്ലാം ഉണങ്ങി കിടപ്പുണ്ട്. പിന്നെ അതൊക്കെ പറക്കി പിന്നെ ഞാനും കൊണ്ടുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയി. പിന്നെന്താ, പിന്നെ അവൻ്റെ ഭക്ഷണം. ആ പൂച്ചയെ കണ്ടാലേ ഇപ്പം വന്ന് കഴിക്കുള്ളൂ. പൂച്ചയ്ക്ക് ഞാൻ കൊടുക്കുമ്പോൾ ഓടി വന്നോളൂ, അവനും കൂടി തലയിട്ട്. വലിയ നിർബന്ധമില്ല. പൂച്ച ഇല്ലെങ്കിൽ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഞാൻ വിറവൊക്കെ പറക്കണത് കണ്ടെങ്കിൽ എന്തിനാണ് ഇവിടെ 3 പേരും കൂടെ? അങ്ങ് വിരിഞ്ഞ് ഇറക്കുകയാണ് പൂച്ച.